യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, മത്തായി 7:2, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെടും. നമുക്ക് ആരെ വേണേ എങ്ങനെ വേണേ വിധിക്കാം. നമ്മുടെ നാവിന് കരുത്തുള്ളിടത്തോളം, നമുക്ക് സംസാര സ്വാതന്ത്ര്യമുള്ളിടത്തോളം ആരെ വേണേ എങ്ങനെ വേണേ വിധിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഈശോ മിശിഹാ ഒരു വാക്ക് പറയുക, നീ ഒരുവനെ കൊള്ളരുതാത്തവനായി കണ്ടു വിധിച്ചാൽ ആ വിധി നിന്റെ തലയ്ക്ക് വരും. ഒരുപക്ഷെ നീ ഒരു കുറ്റവാളിയെ പോലും നല്ലവനായി കണ്ട് അവനെ സ്നേഹിച്ചാൽ അവന്റെ കുറ്റം മാറുമെന്ന് മാത്രമല്ല, നിന്റെ മേലെ കരുണയുടെ അഭിഷേകം വരും. ഇതൊരെന്തൊരു വിജയമന്ത്രമാണ്. നമുക്ക് 100 കണക്കിന് ആൾക്കാരെ വിധിക്കാം. ചിലപ്പോൾ കാരണവും കാണും കേട്ടോ. പഴയ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വിട്ട് ഒരാളെ വിധിക്കാൻ പറ്റും, നല്ല കാര്യം. പക്ഷെ ആ വിധി നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റും. അതേസമയം കുറവുള്ള ഒരു മനുഷ്യനെ പോലും കുറവില്ലാത്തവനെ പോലെ കണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിധി, അങ്ങനെ ഒരു കരുണയുടെ അഭിഷേകം നിനക്ക് സൗജന്യദാനമാകും. നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് വേണേൽ 100 കണക്കിന് ആൾക്കാരെ വിധിച്ചും പഴിച്ചും നമുക്ക് ഒരു വിധി ഏറ്റുവാങ്ങാം. കുറ്റവാളികളെ പോലും സ്നേഹിച്ചും സ്നേഹത്തിന്റെ കണ്ണാൽ വിധിച്ചും നമ്മുടെ മേലെ ഒരു സ്വർഗം ഇറക്കി വെക്കുകയും ചെയ്യാം.